Good morning. So in the last class, we had discussed about cancer, അതിൻ്റെ ഇൻസിഡൻസും തോതും പിന്നെ ക്യാൻസർ സെൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും പിന്നെ ക്യാൻസർ സെൽസും നോർമൽ സെൽസും തമ്മിലുള്ള വ്യത്യാസം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഇന്ന് വി ലേൺ ദാറ്റ് ദർ ഇസ് എ ലിങ്ക് ബിറ്റ്വീൻ ക്യാൻസർ ആൻഡ് സെൽ സൈക്കിൾ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം സെൽ സൈക്കിള് കടന്ന് ചെക്ക് പോയിന്റ് കടന്നാൽ മാത്രമേ ഒരു സെൽ ഡിവൈഡ് ചെയ്യത്തുള്ളൂ. ആ ചെക്ക് പോയിന്റ്സിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് ക്യാൻസർ എന്ന ഡിസീസ് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്പെല്ലിംഗ് അപ്പോപ്റ്റോസിസ് എന്നാണെങ്കിലും ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് അപ്പോട്ടോസിസ് എന്നാണ്. അപ്പോൾ അപ്പോട്ടോസിസ് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. ഓക്കെ, പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. സെൽ ഡെത്ത് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയ കാര്യമല്ല. പക്ഷെ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള സെൽസിന് എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്ന് അത് പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ ആ സെല്ല് ഇറ്റ്സ് ബെറ്റർ ടു ഡൈ ദാൻ സർവൈവ് വിത്ത് ദ പ്രോബ്ലംസ്. മനസ്സിലായോ? അപ്പം അങ്ങനെ വരുമ്പം ആ സെല്ല് സ്വയം സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റാണ്. മനസ്സിലായോ? സെൽ സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെ എഫക്റ്റാണ്. അതുകൊണ്ട് അത് ഡിപ്പെക്റ്റ് ചെയ്യണമാണ് ഈ പിക്ചർ ഇവിടെ ഇട്ടേക്കുന്നത്. സോ അപ്പോട്ടോസിസ് ഇസ് പ്രോഗ്രാംഡ് സെൽ ഡെത്ത്. അപ്പോൾ സാധാരണ നമ്മുടെ ബോഡിയിലൊക്കെ ഇങ്ങനെ ഈ അപ്പോട്ടോസിസ് നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. അണ്ടർസ്റ്റാൻഡ്? ആൻഡ് ദിസ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ ദീസ് സയൻറ്റിസ്റ്റ് ഇൻ 1972. ആൻഡ് ആദ്യമായിട്ട് അപ്പോട്ടോസിസ് സ്റ്റഡി ചെയ്തത് സി എലഗൻസ് എന്ന് പറയുന്ന വേമിലാണ്. സിനോഡോറംഡൈറ്റിസ് എലഗൻസ് എന്ന് പറയുന്ന വേമിലാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നത്, മോളിക്കുലർ ലെവലിലൊക്കെ. അപ്പോൾ ഇത് ഞാനൊന്ന് ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങളൊന്ന് വായിച്ചു പോവുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ചോദിക്കാം, ചോദിക്കാതിരിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക ഇതിൽ കിടക്കുന്ന കാര്യങ്ങൾ. ഇനി അപ്പോട്ടോസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് വിച്ച് ലീഡ്സ് ടു ഡെത്ത് ഓഫ് എ സെൽ എന്ന് പറയുന്നത് നോർമലായ ഒരു പ്രോസസ്സാണ്. സെല്ലിന് ബോഡിക്കകത്ത് നടക്കുന്ന വളരെ നോർമലായ ഒരു പ്രോസസ്സാണ് അപ്പോട്ടോസിസ്. സാധാരണ സാഹചര്യങ്ങളിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് ഞാൻ മുമ്പും പറഞ്ഞു. അപ്പോട്ടോസിസിൽ there are some characteristic features. ഒരു സെൽ അപ്പോട്ടോസിസ് അണ്ടർഗോ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ it is characterized by this event called apoptosis is characterized by overall shrinking in the volume of the cell and its nucleus. എന്ന് വെച്ചാൽ സെല്ലും ന്യൂക്ലിയസും രണ്ടും അതിൻ്റെ വോള്യൂം ഷ്രിങ്ക് ചെയ്യും. സെല്ലും ഷ്രിങ്ക് ചെയ്യും, ന്യൂക്ലിയസും ഷ്രിങ്ക് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് നോർമൽ സെല്ലിൻ്റെ ഒരു ഫീച്ചറാണ് നെയ്ബറിങ് സെല്ലുമായിട്ട് ഉള്ള ഇൻട്രാക്ഷൻ. അത് നഷ്ടപ്പെടും. ലോസ് ഓഫ് അഡ്ഹേഷൻ ടു നെയ്ബറിങ് സെൽ. കാരണം ഒരു പെർട്ടിക്കുലർ സെല്ല് മാത്രമാണ് ഡൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയ്ബറിങ് സെല്ലുമായിട്ടുള്ള അഡ്ഹേഷൻ നഷ്ടപ്പെടും. മൂന്നാമത് ഫോർമേഷൻ ഓഫ് ബ്ലബ്സ് അറ്റ് ദ സെൽ സർഫസ്. എന്ന് വെച്ചാൽ ഈ സെല്ലിന് ചുറ്റിനും ഇങ്ങനെ ഈ പൂക്കളുടെ ഇതള് പോലെ ബ്ലബിംഗ് എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിൽ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ ബ്ലബിംഗ് എന്ന് പറയും. അതിങ്ങനെ സാധാരണ ഇങ്ങനെ ഈവൻ ആയിട്ടുള്ള സർഫസ് ആണല്ലോ, അപ്പോൾ അതിങ്ങനെ ബ്ലബ്സ് ഫോം ചെയ്യും. അതാണ് അപ്പോട്ടോസിസിൻ്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നുള്ളതെന്ന് വെച്ചാൽ ക്രൊമാറ്റിൻ, അകത്തുള്ള ജെനറ്റിക് മെറ്റീരിയൽ വിൽ ബി ഡിസിൻറ്റഗ്രേറ്റഡ്, സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറും. ഇനി ഈ മൊത്തത്തിൽ കോപ്സ് എന്ന് പറയും. നമുക്കിപ്പോൾ ഇത് സെല്ല് ഷ്രിങ്ക് ചെയ്തു, നെയ്ബറിങ് സെൽസുമായിട്ടുള്ള അഡ്ഹേഷൻ നഷ്ടപ്പെട്ടു, ബ്ലബ്സ് ഫോം ചെയ്തു, ക്രൊമാറ്റിനൊക്കെ ഫ്രാഗ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു ഡെഡ് ബോഡിക്ക് ഇക്വലൻ്റ്, ഒരു കോപ്സിന് ഇക്വലൻ്റ്. ഫൈനലി ദിസ് ഇസ് ഫാഗോസൈറ്റോസ്റ്റ്. ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ചാൽ എൻഗൾഫ്മെൻ്റ് ആണെന്ന്, വിഴുങ്ങുക അല്ലേ. അപ്പോൾ ഫാഗോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസ് ഈ പറഞ്ഞ സെല്ലിനെ അങ്ങ് വിഴുങ്ങും. ഇത് ചെവി അറിയാതെ ഒരു സെല്ലിനെ വകവരുത്തുന്ന ഒരു പ്രോസസ്സാണ് അപ്പോട്ടോസിസ്. അപ്പോൾ നെയ്ബറിങ് സെൽസിനെ ഒന്നും ഇത് എഫക്റ്റ് ചെയ്യത്തില്ല ഈ പ്രോസസ്സ്. സോ ദീസ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അപ്പോട്ടോട്ടിക് ഈവൻറ്റ്സ്. ക്ലിയർ? ഈ പിക്ചറിൽ കാണുന്ന ഒരു നോർമൽ സെൽ ഇത്രയും സൈസ് ആണെങ്കിൽ അത് ഷ്രിങ്ക് ചെയ്യും. കണ്ടോ, ഷ്രിങ്കേജ് നടക്കുന്നു. ക്രൊമാറ്റിൻസ് കണ്ടൻസ് ചെയ്തു. ഇവിടെ ഇപ്പോൾ ക്രൊമാറ്റിൻ ഇങ്ങനെ കിടക്കുക, അത് കണ്ടൻസ് ചെയ്തു. പിന്നെ ഇതാണ് ബ്ലബിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്ര വലിയ വലിയ ബ്ലബ്സ് ആണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ബ്ലബിംഗ് നടക്കുന്നു. ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. കണ്ടോ, മെംബ്രെയിൻ ബ്ലബിംഗ് എഴുതിയേക്കുന്നല്ലേ. അപ്പോൾ അത് ബ്ലബിംഗ് നടന്നു. ഇത് ചെറിയ ചെറിയ അപ്പോട്ടോട്ടിക് ബോഡീസായി. ഇതെല്ലാം കൂടെ ഫാഗോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസ് ഇതിനെ വിഴുങ്ങും, എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കും, ഡൈജസ്റ്റ് ചെയ്ത് തീർക്കും. ഇനി വേറൊരു പ്രോസസ്സുണ്ട് വിച്ച് ഇസ് കോൾഡ് നെക്രോസിസ്. നിങ്ങൾക്കത് കേട്ടിട്ടുണ്ടാവും. നെക്രോസിസും അപ്പോട്ടോസിസും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. രണ്ടും പറഞ്ഞു വരുമ്പോൾ സെൽ ഡെത്ത് ആണ്. നെക്രോസിസ് ഓൾസോ സെൽ ഡെത്ത്, അപ്പോട്ടോസിസ് ഇസ് ഓൾസോ സെൽ ഡെത്ത്. ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ മിക്കപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു മുറിക്കകത്ത് ഒരു 500 പേരുണ്ട്. 500 പേരിൽ ഒരാൾ, യു ഇമാജിൻ വൺ ഓഫ് ദെം ഈസ് എ ടെററിസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ടെററിസ്റ്റിനെ കൊല്ലാൻ നമുക്ക് 2
മെത്തേഡ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്ത് ഒരു പോലീസിൻ്റെ ഒരു ആൾക്കാർ വന്ന് ആരും അറിയാതെ ഈ ടെററിസ്റ്റിനെ വളരെ ട്രിക്ക് ഉപയോഗിച്ച് ആ മുറിക്കകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി പിന്നെ കോടതിയിൽ കൊണ്ടുപോയി അവരെ കൊന്നു കഴിഞ്ഞാൽ ആരും അഫക്റ്റ് ചെയ്യാതെ ആ ടെററിസ്റ്റിനെ കൊല്ലാം. വേറെ മെത്തേഡ് എന്ന് വെച്ചാൽ മുറിക്കകത്തൊരു ബോംബ് ഇട്ട് കഴിഞ്ഞാലും ടെററിസ്റ്റും ചാവും, കൂടെ കുറേ ആൾക്കാരും ചാവും. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രോസസ്സ് അപ്പോട്ടോസിസ്, രണ്ടാമത് പറഞ്ഞ പ്രോസസ്സ് നെക്രോസിസ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതിൻ്റെ വ്യത്യാസം. അപ്പോട്ടോസിസ് എന്ന് വെച്ചാൽ ആ പെർട്ടിക്കുലർ സെല്ല് മാത്രം സെലക്റ്റീവായിട്ട് ഡിസ്ട്രക്ട് ചെയ്യപ്പെടും. പക്ഷെ നെക്രോസിസ് തന്നെ അങ്ങനെയല്ല. നമ്മുടെ ഈ സാധാരണ ബോഡിയിൽ നടക്കുന്ന ഡാമേജസ് ഒക്കെ ഉണ്ടല്ലോ, മുറിവുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സെല്ല് ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ നിന്നുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെളിയിലേക്ക് വരും. എന്നിട്ട് സറൗണ്ടിങ്ങിലുള്ള സെല്ലിനെയും കൂടെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ പസ്സൊക്കെ ഫോം ചെയ്ത് അത് വലിയൊരു ഗാംഗ്രീനൊക്കെ ആയിട്ട് മാറാമെന്ന് കണ്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ നെക്രോസിസാണ്. സോ നെക്രോസിസ് ഇസ് ഓൾസോ സെൽ ഡെത്ത്, അപ്പോട്ടോസിസ് ഇസ് ഓൾസോ സെൽ ഡെത്ത്. അപ്പോൾ അപ്പോട്ടോസിസിൽ നടക്കുന്ന പ്രോസസ്സ് ഇതൊക്കെയാണ്, നെക്രോസിസിൽ നടക്കുന്ന പ്രോസസ്സ് ഇതൊക്കെയാണ്. ദാറ്റ് വിൽ ലീഡ് ടു ഇൻഫ്ലമേഷൻ. നെക്രോസിസ് വിൽ ലീഡ് ടു ഇൻഫ്ലമേഷൻ, ബട്ട് അപ്പോട്ടോസിസ് ഡസൻ ലീഡ് ടു ഇൻഫ്ലമേഷൻ. ദിസ് ഈസ് എ നോർമൽ പ്രോസസ്, വേറസ് ദിസ് ഈസ് എൻ അബ്നോർമൽ പ്രോസസ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇഞ്ചുറി സമയത്താണ് നെക്രോസിസ് വരുന്നത്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ജനറലി നമ്മുടെ എവറി ഡേ ബേസിസ് നോക്കിയാൽ, ഡെയിലി ബേസിസ് നോക്കിയാൽ 10⁻10 to 10⁻11 സെൽസ് ഡൈ ബൈ അപ്പോട്ടോസിസ്. എന്ന് വെച്ചാൽ ഇത് നോർമൽ പ്രോസസ്സാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് നോർമൽ ആകാനുള്ള പല സാഹചര്യങ്ങളെന്ന് വെച്ചാൽ, ഇപ്പോൾ ചില സെൽസ് ഇറ്റ് ഈസ് ഹാവിങ് സം ഡാമേജ് വിച്ച് ഇസ് ഇറെപ്പയറബിൾ. മനസ്സിലായി? ഇപ്പോൾ ജനറ്റിക് ലെവൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീൻസ് കുഴപ്പക്കാരായിരിക്കും, അത് നമ്മുടെ ബോഡിയെ കൂടുതൽ വഷളാക്കും. അപ്പോൾ ഇറെപ്പയറബിൾ ജീനോമിക് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സെല്ല് ചത്തുപോകുന്നതാണ് ബെറ്റർ. അല്ലാതെ ആ സെല്ലിൻ്റെ അകത്തുള്ള ഈ ഡാമേജും കൊണ്ട് ആ സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയെ മൊത്തത്തിൽ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇഫ് ദർ ഇസ് എൻ ഇറെപ്പയറബിൾ ജനറ്റിക് ഡാമേജ് ദെൻ ദ സെൽ ഇസ് അണ്ടർഗോൺ അപ്പോട്ടോസിസ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നുള്ളതെന്ന് വെച്ചാൽ ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സമയത്ത് ഇത് വായിച്ചു നോക്കണം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ന്യൂറോൺസ് നിറയെ ഗ്രോ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഈ വര, ഞാൻ ആ ഫോട്ടോ എടുത്ത സമയത്ത് കഴ്സർ വന്നാണ് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, വേറെ ഒന്നുമല്ല. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കഴ്സറാണിത്, ഈ വരയായിട്ട് കിടക്കുന്നത്. ജസ്റ്റ് ലീവ് ദാറ്റ്. ഇനി ഞാൻ പറയട്ടെ, എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ഇതിന് സിമിലറായിട്ട് പറയാമെന്ന് വെച്ചാൽ, നമ്മുടെ ആ സെൽ ഡിവിഷൻ സമയത്ത് ആസ്റ്റർ ഫോർമേഷൻ ഉണ്ടല്ലോ, സെൻട്രോസോമിൽ നിന്ന് കുറേ ആസ്റ്റേഴ്സ് ഉണ്ടാവും. ചിലത് ചെന്ന് കൈനറ്റോകോറിൽ ബൈൻഡ്, ചിലത് ചുമ്മാ അങ്ങ് പോകും. മനസ്സിലാകുന്നത്? അതേപോലെ ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ന്യൂറോൺസ് ഗ്രോ ചെയ്യും. എന്നിട്ട് കുറേ ന്യൂറോൺസ് അങ്ങ് ഗ്രോ ചെയ്യും. ഓരോ ന്യൂറോണിനും അതിൻ്റെതായ ടാർഗറ്റ് ഓർഗൻ ഉണ്ടാവും. ഓരോ ന്യൂറോൺ ഡെവലപ്പ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഓർഗനിലോട്ട് ചെല്ലേണ്ടതായിരിക്കും. പക്ഷേ അത് ടാർഗറ്റ് ചെയ്യാൻ മാത്രമുള്ള ന്യൂറോൺസ് മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്, ഒരുപാട് ന്യൂറോൺസ് ഗ്രോ ചെയ്യും. മനസ്സിലായോ? ഗ്രോ ചെയ്തിട്ട് ഇതിൽ ചിലതൊക്കെ ടാർഗറ്റ് ഓർഗനിൽ ചെന്നെത്തും, ചിലത് എത്തത്തില്ല. അപ്പോൾ ടാർഗറ്റ് ഓർഗനിൽ ചെന്ന് എത്തുന്ന ന്യൂറോൺസ് ആണെങ്കിൽ അവർക്ക് അവിടുന്ന് ആ ടാർഗറ്റ് ടിഷ്യൂന്ന് സിഗ്നൽ കിട്ടും, അതങ്ങ് സർവൈവ് ചെയ്യും. പക്ഷേ ടാർഗറ്റ് ഓർഗനിൽ എത്താതെ പോകുന്ന ന്യൂറോൺസ് ഉള്ളത്, അത് ആവശ്യമില്ലാത്ത ന്യൂറോൺസ് ആണ് ആക്ച്വലി. ആ ആവശ്യമില്ലാത്ത ന്യൂറോൺസിനെ റിമൂവ് ചെയ്യുന്നത് അപ്പോട്ടോസിസ് വഴിയാണ്. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായോ? അപ്പോൾ ന്യൂറോണൽ ഡെവലപ്മെന്റ് സമയത്ത് ഇഷ്ടംപോലെ ന്യൂറോൺസ് ഗ്രോ ചെയ്യും. അതിൽ ചിലത് മാത്രം ടാർഗറ്റ് ഓർഗൻസിലെത്തും, ചിലത് എത്തത്തില്ല. അപ്പോൾ ടാർഗറ്റ് ഓർഗൻസിൽ എത്താത്ത ന്യൂറോൺസിനെ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, കാരണം അത് അനാവശ്യമായ ന്യൂറോൺസാണ്. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്നത് അപ്പോട്ടോസിസ് എന്ന പ്രോസസ്സിലൂടെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സ്ലൈഡിലേക്ക് ഞാൻ രണ്ടാമത് വരാം. പിന്നൊരു എന്ന് വെച്ചാൽ, നമ്മളൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ, ബോഡിയിൽ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു നോ ദാറ്റ് T ലിംഫോസൈറ്റ്സ് ആർ ഫോംഡ്. മനസ്സിലായി? WBCയുടെ നമ്പർ ഒരുപാട് കൂടും ഇൻഫെക്ഷൻ സമയത്ത്, ഇൻഫെക്ഷൻ ആ സമയത്തൊക്കെ. അപ്പോൾ T ലിംഫോസൈറ്റ്സ് വന്നിട്ട് ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയൊക്കെ റിമൂവ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇൻഫെക്ഷൻ എല്ലാം ഓക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും ഈ T ലിംഫോസൈറ്റ്സ് സർക്കുലേഷനിൽ കിടന്നാൽ അത് ബോഡിക്ക് തന്നെ ദോഷമാണ്. അപ്പോൾ ഇൻഫെക്ഷ്യസ് ഏജൻസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ T ലിംഫോസൈറ്റ്സ് അവിടുന്ന് മാറണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ T ലിംഫോസൈറ്റ്സിനെ മാറ്റാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് അപ്പോട്ടോസിസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഉണ്ട് എക്സാമ്പിൾ. ഇപ്പോൾ നമ്മുടെ ഈ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ ടാഡ്പോൾ ഫ്രോഗ് ആകുമ്പോൾ നമുക്ക് ആ ടെയിലെല്ലാം നഷ്ടപ്പെടുകയല്ലേ. ടാഡ്പോളിൻ്റെ ടെയിൽ നഷ്ടപ്പെട്ടിട്ടാണ് അഡൾട്ട് ഫ്രോഗ് ഉണ്ടാകുന്നത്. അതേപോലെ ഹ്യൂമൻ ബീങ്ങിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ, ഇനീഷ്യലി ഇങ്ങനെ വെബ്ഡ് ഫീറ്റാണ് ഹ്യൂമൻ ബീങ്ങിൻ്റെ ഫീറ്റസിൻ്റെ. നിങ്ങൾ പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ താറാവിൻ്റെ കൈ പോലെ ഇരിക്കും. പക്ഷേ ഇവിടെ എല്ലാം അപ്പോട്ടോസിസ് സംഭവിച്ചാണ് നമുക്ക് ഈ ഡിജിറ്റ്സ് ഫോം ചെയ്യുന്നത്. മനസ്സിലായി? ഫിംഗേഴ്സ്, ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിംഗേഴ്സ്, അത് ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്. ഇവിടെ എല്ലാ അപ്പോട്ടോസിസ് ഉണ്ടായത്, ഈ ഡോട്ട്സ് കാണുന്ന എല്ലാ അപ്പോട്ടോസിസ്. അപ്പോൾ ഇതെല്ലാം നോർമൽ പ്രോസസ്സാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പിക്ചേഴ്സ് എല്ലാം കാണിച്ചത്. ഓക്കെ,
ഇനി ഈ ഇതിലേക്ക് ഞാൻ തിരിച്ചു വരാമെന്ന് പറയാൻ കാര്യം, ഇനി അപ്പോട്ടോസിസ് ഇപ്പോൾ അപ്പോട്ടോസിസിന്റെ പോസിറ്റീവ് സൈഡാണ് നമ്മൾ കണ്ടത്. ഇനി അപ്പോട്ടോസിസിന് ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. അത് റെഗുലേറ്റഡ് ആയിട്ട് അപ്പോട്ടോസിസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് അനാവശ്യമായ ചില ഹെൽത്തി സെൽസിനെ നശിപ്പിച്ചാൽ that will lead to diseases like neurodegenerative diseases like Alzheimer's disease, Parkinson's disease, Huntington disease. ഇതെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല ന്യൂറോൺസിനെ നശിപ്പിക്കാറാണ് പതിവ്. അപ്പം നല്ല ന്യൂറോൺസിനെ നശിപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോസ് ഓഫ് മെമ്മറി, ഡിക്രീസ് ഇൻ മോട്ടോർ കോർഡിനേഷൻ, ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ അപ്പോട്ടോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ് എന്ന് വെച്ചാൽ ബാലൻസ്, ബോഡിയുടെ ബാലൻസ്. മൾട്ടിസെല്ലർ ഓർഗാനിസത്തിൻ്റെ ഹോമിയോസ്റ്റാസിസിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോളുള്ളതാണ് അപ്പോട്ടോസിസ്. അപ്പോൾ അത് നന്നായിട്ട് റെഗുലേറ്റ് ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമാണ്. രണ്ടാമത്, ക്യാൻസറുമായിട്ട് അപ്പോട്ടോസിസിൻ്റെ ബന്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്യാൻസർ സെൽസിൽ പറഞ്ഞിരുന്നു ദാറ്റ് സെൽസ് ഡസ് നോട്ട് ഗോ അപ്പോട്ടോസിസ്. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രശ്നമുള്ള സെൽസ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദേ ഹാവ് ടു ബി കിൽഡ് ബൈ അപ്പോട്ടോസിസ്. പക്ഷേ അപ്പോട്ടോസിസിനെ അതിജീവിച്ചു കഴിഞ്ഞാൽ സെൽസ് എന്ത് പറ്റും? ക്യാൻസറസ് സെൽസ് ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അപ്പോട്ടോസിസിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അണ്ടർസ്റ്റാൻഡ്?